അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, അതിനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് വന്ന ഒരുപാട് പ്രയാസങ്ങൾ അവർ പറഞ്ഞൊരു കാരണം, ഒരുപാട് പേര് വിവാഹം മുടക്കുകയാണ് എന്നുള്ളതാണ്. പാര വെക്കുന്നു, ഏഷണി പറയുന്നു, ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് മുടക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ജോലിയുടെ വിഷയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും വേണ്ട, പല വിഷയങ്ങളിലും അനാവശ്യമായി നമ്മെക്കുറിച്ച് ഒരാൾ പല കാര്യങ്ങളും ഇങ്ങനെ നാട്ടിലൊക്കെ പറഞ്ഞു വരുത്തുന്നു. അല്ലെങ്കിൽ നമ്മളെ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലായിടത്തും പോയി പറയുന്നു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. ഇല്ലാത്തതാവട്ടെ ഉള്ളതാവട്ടെ നമ്മെക്കുറിച്ച് അനാവശ്യമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പലതും പറഞ്ഞു വരുത്തുക. ഇത്തരം ആളുകളുടെ ഷെർ എന്ന് പറഞ്ഞാൽ വലിയ ഷെറാണ്. ഈ നാവ് കൊണ്ടുണ്ടാക്കുന്ന ഷെർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയ പ്രയാസകരമായ ഒന്നാണ്, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുക്കലൊക്കെ പോയി നമ്മെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ വിഷയമാണ്. എത്രയോ ആളുകൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, തങ്ങളെ ആലോചന വന്നു, ഒരു പ്രശ്നവുമില്ല, ഈ നാട്ടുകാര് കുറച്ച് ആളുകൾ മുടക്കുകയാണ് എന്നുള്ളത്. അനാവശ്യം പറഞ്ഞ് മുമ്പെപ്പോഴോ ഉള്ളൊരു കാര്യം അത് പെരുപ്പിച്ച് വലുതാക്കി പറഞ്ഞു കൊടുത്തിട്ട് എന്താവാ, യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മഹല്ലിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദിനോടും സെക്രട്ടറി പ്രസിഡന്റ്, മഹല്ലിന്റെ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ അന്വേഷിക്കലാണ് സാധാരണ. എന്നാൽ ഇതല്ലാതെ ഇത് ഇവരുടെ വിവാഹം നടക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി ചില ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ട് പല വിഷയങ്ങളൊക്കെ പറഞ്ഞു മുടക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഏഷണിക്കാരുടെ ഈ വിഷയത്തിൽ നമ്മൾ എന്താണ് പരിഹാരം? നാവടക്കത്തിന് പരിഹാരം എന്താണ്? വലിയ വലിയ അമലുകളുണ്ട്, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇത്തരം ചെയ്യുന്ന ആളുകൾ അവിടെ കിടന്നു പോകുന്ന അമലുകളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. അതൊരു തരത്തിലുള്ള അക്രമമാണല്ലോ, നമ്മളെ കൊണ്ട് നാവ് കൊണ്ടുള്ള ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണല്ലോ ഈ ഏഷണി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരം അക്രമികളെ അടക്കി നിർത്താനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ വളരെ സിമ്പിളായി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ആളുകളുടെ ഷർറ് ഏൽക്കാതിരിക്കാനുള്ള 1 നമ്പർ മരുന്നാണ് പറയുന്നത്. ഇത്തരം ആളുകളുടെ ഏഷണി നമുക്ക് ഏൽക്കില്ല, നമ്മുടെ വിഷയങ്ങളിലേക്ക് ഏൽക്കില്ല. അവരിനി എന്ത് കുതന്ത്രങ്ങൾ കളിച്ചാലും പരാജയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു അമലാണ് പറയുന്നത്. ഇത് ജീവിതത്തിൽ നമുക്കൊക്കെ പകർത്താൻ പറ്റിയ ഒരു അമലാണ്. ഏതാണ് അമല്? സുബ്ഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം. സുബ്ഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ശക്തമായ സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണത്. അത് നിസ്കരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ദുനിയാവും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് പഠിപ്പിച്ച 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയും അലം നശ്റഹ് സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും അലം തറ കൈഫ ഫഅല റബ്ബുക എന്നുള്ള സൂറത്തും ഓതുക. എന്നാൽ ഇത് ജീവിതത്തിൽ പതിവാക്കി പോന്നാൽ ഇത്തരം ആളുകളുടെ ഷർറിനെ തൊട്ട് കാക്കപ്പെടുമെന്ന് ഒരുപാട് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ തൊട്ട് പല മഹാന്മാരും ഇത് ഉദ്ധരിച്ചതായി കാണാം. സനൂസി ഇമാം പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഒരുപാട് മഹാന്മാര് പറഞ്ഞതായി കാണാം. സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും അലം നശ്റഹ് സൂറത്തും, 2-ാമത്തതിൽ ഫാത്തിഹയും അലം തറ കൈഫയും പതിവാക്കുക എന്നുള്ളത് ഇത്തരം ഷർറുകളെ തടയാൻ ഉതകുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്നും കൂടി പറയട്ടെ, അലം തറ കൈഫ എന്ന് പറയുന്ന സൂറത്ത് ഇതുകൊണ്ട് വലിയ അമലുകളുള്ള സൂറത്താണ്. ഈ നാവടക്കത്തിന്, നമ്മൾ നാവടക്കത്തിന് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഏഷണിക്കാരൊക്കെ അടക്കി നിർത്തുവാൻ, നമ്മളെക്കുറിച്ച് ഒരാള് ഒരു സദസ്സിലാവട്ടെ ഒരു പൊതുസമൂഹത്തിലാവട്ടെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുന്നവനെ അടക്കി നിർത്തുവാൻ അലം തറ കൈഫ സൂറത്ത് കൊണ്ട് കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എഴുതേണ്ട രൂപമുണ്ട്. അത് എഴുതി നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഏതാളും നമുക്കെതിരെ നാവനക്കില്ല. ഇത്രയും വലിയ അമലുകളുണ്ട്. അത് അറിയുന്ന ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ, അതിന്റെ ഇജാസത്തുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വലിയ പവറുള്ള സൂറത്താണ് അലം തറ കൈഫ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. ഇതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറ്റില്ല, എവിടെയെങ്കിലും അറിവില്ലാത്തവർ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ട് ഷൂട്ടാക്കാൻ പറ്റൂല.
അപ്പോൾ അതിൻ്റെ കോലമൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിച്ചേ എന്നുള്ളൂ. അപ്പോൾ അത്രയും പവിത്രമായ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ആളുകളെ ഷർറിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകി അവന്റെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.